കരുതുന്നു. അത് പല പെയിന്റ് അടിച്ചിരിക്കുന്നത്. നമ്മളത് ആകെ പുതിയ വണ്ടിയാണ്. അത് പെയിന്റ് അടിക്കാനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ല. പഴക്കമുള്ളതാണിത്. പഴക്കമുള്ള വണ്ടിയാണ്. ടാങ്കറിൻ്റെ ആണ്. പക്ഷേ എന്നാലും ഇരുമ്പ് കുറച്ച് ഫ്രഷ് ഇരുമ്പാണ്. അത് ചിലപ്പോൾ മേ ബി നല്ല പെയിന്റ് കുറെ കോട്ടിങ് ആയതുകൊണ്ടായിരിക്കും ഇതുവരെ തുരുമ്പൊന്നും പിടിച്ചില്ല ഇരുമ്പിനെ. ഈ ടാങ്കറിൻ്റെതായാലും തിരച്ചിലിൽ ചില കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു അല്ലേ സന്തോഷമാണ്. ആരായാലും ടാങ്കറിനെ പറ്റി ഇവരാരും ഒന്നും പറഞ്ഞില്ലേ. ഇനി ഇപ്പൊ ടാങ്കർ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടല്ലോ. ടാങ്കറിനാണ് ഇപ്പൊ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതിന്റെ തെളിവാണത് സാഹചര്യം. അതെ, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ പാർട്സ് കിട്ടുന്നതല്ല, ട്രക്കാണ് നമുക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനാണ് ഇപ്പൊ ഇവരെന്താക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഭാഗം കിട്ടുമ്പോഴും അത് എവിടാ കിട്ടിയത് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരിപ്പോൾ ഈശ്വർ മൽപ്പനോട് സംസാരിക്കാൻ പോയിക്കുന്നു. ഏതൊക്കെ പാർട്സ് എവിടുന്ന് കിട്ടിയാൽ അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഇവർ നേവിക്കാർ പ്രൊഫഷണലി ആണല്ലോ ചെയ്യണത്. അപ്പോൾ അവർക്ക് അറിയേണ്ടത് എന്ത് പാർട്സ് ഇനി ഈശ്വർ മൽപ്പയ്ക്ക് കിട്ടിയാലും നേവിക്ക് അതിൻ്റെ ആ സ്ഥാനം കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഇപ്പോൾ ഇത്ര വരെ ലഭിച്ചിട്ടുള്ള ജാക്കി ആയിക്കോട്ടെ, പിന്നെ ഈ ബോഡി പാർട്ട്, ഇതൊക്കെ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ആ ഭാഗത്ത് തന്നെയാണ് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അല്ല, പല ഭാഗത്തുനിന്നാണ് കിട്ടിയത്. പല ഭാഗത്തുനിന്ന് മറ്റേ നേരത്തെ ഇന്നലെ കണ്ടെത്തിയെടുത്തല്ലേ ആ ജാക്കി ആ ഭാഗത്തുനിന്ന് തന്നെ. അതായത് ഈ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ, ഇത് ഇപ്പൊ ഇതൊക്കെ കണ്ടെടുത്ത് ജാക്കി കിട്ടിയത് നമ്മളെ ലക്ഷ്മണന്റെ കടന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കിട്ടിയത്. അതൊക്കെ കരയോടെ അടുപ്പിച്ചിട്ടുള്ള ഭാഗത്തുനിന്നാണ് കിട്ടിയത്. ഈ സാധനമൊക്കെ കിട്ടുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്കുള്ള ഭാഗത്തുനിന്നാണ് കിട്ടുന്നത്. കുറച്ച് മുന്നോട്ടേക്കായിട്ടുള്ള ഭാഗത്തുനിന്നാണ് കിട്ടുന്നത്. ഇവർക്ക് കിട്ടിയതൊക്കെ ഇവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നേവിക്കാർക്ക് കിട്ടിയത് അതേമാതിരി തന്നെ ഈശ്വർ മൽപ്പയും മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പിന്നീട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇനിയും കൂടുതൽ പാർട്സ് കിട്ടുമ്പോൾ പഴയത് എവിടെ നിന്നുള്ളതിന് ഒരു കൃത്യത ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഈശ്വർ മൽപ്പനോട് ഞാൻ അവരായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞേക്കണേ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്നിപ്പോ ഇനി 4 ആള് വെച്ചിട്ട് ഡൈവ് ചെയ്യും. മൽപ്പന്റെ 4 or 3 ആള് വെച്ചിട്ട് ഒരു ഡൈവ് ചെയ്യും. ഇപ്പൊ 2 ആളാണല്ലോ ഡൈവ് ചെയ്യുന്നത്. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോ ഡ്രഡ്ജിങ് മെഷീനൊക്കെ കൊണ്ടുവരണോ? എങ്ങനെയാണ് അതിന്റെ? ഡ്രഡ്ജിങ് മെഷീൻ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അത് നേവിയും പറയുന്നുണ്ട്. നേവിക്ക് ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് പറയാൻ എന്തായാലും കഴിയൂലോ. ഡ്രഡ്ജിങ് മെഷീൻ ഓരോ കയ്യിലില്ലാത്ത സാധനമാണ്. ഓർക്കും ലിമിറ്റേഷൻ ഉണ്ട്. ഇത് മറ്റേ പുഴയിൽ ഇറങ്ങിയിട്ട് വലിയ വലിയ മരങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആ മരങ്ങൾ ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരുന്നതിന് മുമ്പേ ആ മരങ്ങൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ റോപ്പ് ഇട്ട് തരും ഈ ഡൈവേഴ്സ്. നേവി ആയാലും ഈശ്വർ മൽപ്പന്റെ ടീമായാലും ഇത് റോപ്പ് ഇട്ട് തരും. ആ റോപ്പ് ഇട്ട സാധനങ്ങൾ ഒരു ഹെവി ക്രെയിൻ ഉണ്ടെങ്കിൽ ആ റോപ്പ് വലിച്ചു കഴിഞ്ഞാൽ ആ മഡ് മൊത്തം ഇളകും ചെയ്യും. ഈശ്വർ മൽപ്പന്റെ ടീം പറയണത് എന്താണ്, മഡിന്റെ ഇടയിൽ എങ്ങാനും വല്ല ബോഡികളും കുടുങ്ങിക്കിടന്നാൽ പോലും അതൊക്കെ ആ ഇളക്കത്തിൽ മേലോട്ട് പൊന്തി. ആ ലക്ഷ്മൺ നായക്കിന്റെ ചായക്കട ഉണ്ടായതിന്റെ താഴെ ഭാഗമാണോ ഇത് എല്ലാം കൂടുതൽ സാധനങ്ങൾ കണ്ടെത്തിയത് അവിടെ നിന്നാണ്? അതെ, അതൊരു പോയിന്റ് ആവുകയാണോ? അതെ, ആ ഭാഗത്താണ്. ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒലിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, വെയിറ്റ് കുറഞ്ഞ സാധനം കൂടുതൽ ഇങ്ങോട്ട് ഒലിയുണ്ട്, വെള്ളത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടുന്നത്. അവിടെ നേരത്തെ നാവികസേന കുറെ അധികം നേരം അവിടെയാണ് തെരച്ചിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഈശ്വർ മാൽപ്പയും അവസാനം അവിടെ തന്നെയാണ് തെരച്ചിൽ. അതെ. ഇനി ഇപ്പോൾ നേവിക്കാർ ഈ സൈഡ് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത് ഉണ്ടല്ലോ, ഡീസലിൻ്റെ ഭാഗം വരുന്നത്, അതൊന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞെങ്കിൽ ആ ഭാഗം ഒന്നും കൂടി ഇതാക്കാന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞു, ഈ ഓയിൽ വരുന്ന ഭാഗം രാവിലെ കണ്ടപ്പം നന്നായിട്ട് വരുന്നു. ഈ ഈശ്വർ മൽപ്പ ആ വെള്ളം എടുത്ത് കുടിച്ചൊക്കെ നോക്കി, സ്മെല്ല് ചെയ്ത് നോക്കി. അപ്പം ഓയിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർ പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മംഗലാപുരത്താണല്ലോ ഉള്ളത്. പിന്നെ അതിനൊരു അതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാമല്ലോ. ആ വെള്ളം കൊണ്ടുപോയിട്ട് അതിലെന്തെങ്കിലും അങ്ങനത്തെ ഈ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാമല്ലോ. അത്ര അഡ്വാൻസ്ഡ് ഒന്നും അല്ല ഇവിടുത്തത്.